أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളെയും പുറത്തു മാപ്പാക്കുകയും ദീർഘകാലം ആയുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ആലി ഇമ്രാനിൽ നിന്നാണ് ഞാൻ ഈ ആയത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കൽപ്പിച്ചത്. അതിൻ്റെ വിശദമായ പ്രതിപാദനങ്ങളിലേക്ക് പോകാൻ സമയമില്ലെങ്കിലും ഇന്നത്തെ ഈ പുതിയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായി നാം മുസ്ലിങ്ങൾ ഓർക്കേണ്ടതും നിലനിർത്തേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുന്നത്. സത്യവിശ്വാസികളോട് മുഴുവനുമുള്ള ആഹ്വാനം എന്ന നിലയിൽ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നിരന്തരമായി പറഞ്ഞു തരുന്ന ഒന്നാണ്. നബിയോട് തന്നെയും അല്ലാഹുവിൻ്റെ പ്രവാചകരോട് തന്നെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ പരിശുദ്ധമായ പാന്താവ്. നിങ്ങൾ അതുകൊണ്ട് ഫലാ തത്തബിഉസ് സുബുൽ, ഇത്തബിഉ വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ ഈ മാർഗത്തെ അവലംബിക്കണം, നിങ്ങൾ മറ്റു മാർഗങ്ങളെ അവലംബിക്കരുത്. അങ്ങനെ മറ്റു മാർഗങ്ങളെ അവലംബിച്ചാൽ നിങ്ങൾ പരസ്പരം ഭിന്നമായി ഛിന്ന ഭിന്നമായി പോകുന്ന ഒരവസ്ഥ സംജാതമാകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ നിങ്ങൾ അങ്ങനെ പരസ്പരം ഛിന്ന ഭിന്നമായാലോ, വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമാകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ ഭീരുക്കളായി പോവുകയും നിങ്ങളുടെ തന്നെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ ആയത്തുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായും വെക്കാൻ കാരണം ഇന്ന് വളരെ സവിശേഷമായൊരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം ഇന്ത്യ പ്രത്യേകിച്ചും നീങ്ങുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെയാണ് നമ്മൾ ഇന്ന് നേരിടേണ്ടി വരുന്നത്. 980കളിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ശരീഅത്തുൽ ഇസ്ലാമിന് പിന്നെ എതിരായി ഉണ്ടായ ഒരു വലിയ വിവാദങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ സമയത്ത് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇപ്പോൾ കൈ എവിടെ കെട്ടണമെന്നതല്ല പ്രശ്നം, കൈ കെട്ടാൻ നമുക്ക് തലയുണ്ടാകുമോ എന്നതാണ് പ്രശ്നം എന്നായിരുന്നു അത്. ഞാൻ ആ മഹാവാക്കുകൾ ഓർത്തുകൊണ്ട് പറയട്ടെ, നമുക്കിടയിൽ വിവാദങ്ങളും അടിസ്ഥാനപരവും ശാഖാപരവുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിനേക്കാളും ഒക്കെ മുകളിൽ നിൽക്കുന്ന, വളരെ പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ദീനനുസൃതമായി ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഇല്ലായ്മ ചെയ്യപ്പെടുമോ എന്ന് ഭയക്കേണ്ടി വരുന്ന ഒരു കാലം നമുക്ക് വന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനനുസൃതമായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ നിലവിലുണ്ട്. അതായത് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്, നാം മനസ്സിലാക്കേണ്ടത്, ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത 4 വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ ശരീഅത്ത് കാണുന്നത്. അതിൽ വളരെ പ്രധാനമായി നിൽക്കുന്നത് ഇബാദത്തുകളാണ്. നമ്മുടെ നോമ്പും നമസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും മറ്റു കാര്യങ്ങളുമെല്ലാം ഇബാദാത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. രണ്ടാമത്തേത് മുനാക്കഹാത്താണ്, അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണിത്. മൂന്നാമത്തേത് മുആമലാത്ത്, അഥവാ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യാപാരാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നാലാമത്തേത് ജിനായാത്താണ്, അഥവാ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമായും ഒരു സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിപ്പോകാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും അവിടെ ഉണ്ടാകുന്ന
കുറ്റവാസനകളെ നിയന്ത്രിക്കാനും അതു സാധ്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ നടപടിക്രമങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെ ശിക്ഷിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം. ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നതല്ല മതം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നതുമല്ല മതം. എല്ലാ വിഷയങ്ങളെയും കുറിച്ച് സമഗ്രമായി ഇസ്ലാം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ചില ആളുകൾ ആരോപിക്കുന്നത് പോലെ ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു എന്ന് ചിലർ പറയാറുണ്ട്. യുദ്ധത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതൊരു സമഗ്രമായ ജീവിത പദ്ധതിയാകുമ്പോൾ, പ്രത്യേകിച്ചും അതൊരു സമൂഹം, രാഷ്ട്രം എന്നതിനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പറയേണ്ടതുണ്ട്, എങ്ങനെ യുദ്ധത്തിന്റെ മര്യാദകൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് പറയേണ്ടതുണ്ട്, എങ്ങനെ ഇതര സമൂഹങ്ങളുമായി ഉണ്ടാകേണ്ട ട്രീറ്റികൾ എങ്ങനെയാകണം എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ ഒന്നും പറയാതെ പോകുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സവിശേഷതയല്ല, മറിച്ച് അതിന്റെ ന്യൂനതയായി തന്നെ പരിഗണിക്കണമെന്നതുകൊണ്ടാണ്. അതിന്റെ സമഗ്രതയിൽ ഇതെല്ലാം വരേണ്ടതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ എല്ലാ സമൂഹങ്ങളിലും ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നിരന്തരം നിലനിർത്തേണ്ടതുണ്ടോ? അങ്ങനെ നിലനിർത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല പ്രായോഗികമായി തന്നെ. കാരണം മുസ്ലിങ്ങൾ അവരുടെ ഇസ്ലാമികമായ ജീവിത രീതികളിൽ അവർക്ക് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അവരുടെ വൈയക്തികമായ ഇബാദത്തുകളാണ്. അതായത് നമസ്കാരവും നോമ്പും സക്കാത്തും പോലെയുള്ളവ. അത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആർക്കും ആരോടും പ്രത്യേക കടപ്പാടിന്റെ ആവശ്യം വരുന്നേയില്ല. എനിക്ക് സ്റ്റേറ്റുമായി അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉടമ്പടി ചെയ്യേണ്ടതില്ല. എനിക്ക് നമസ്കരിക്കാൻ, എനിക്ക് നോമ്പ് നോക്കാൻ, എനിക്ക് സക്കാത്ത് കൊടുക്കാൻ അങ്ങനെ ഒരു ഉടമ്പടിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയ സംബന്ധമായ ഒരു പുതിയ ചർച്ചകളോ നിയമമോ ഉണ്ടാക്കേണ്ടിയും വരുന്നില്ല. അതേസമയം നിക്കാഹിലേക്ക് വരുമ്പോൾ സംഭവം അങ്ങനെയല്ല. നിക്കാഹ് എന്ന് പറയുന്നത് മറ്റൊരാളുമായുള്ള ഒരു ഉടമ്പടി കരാറാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദൻ. അവർ, ആ പെണ്ണുങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു വളരെ ശക്തമായ, കഠിനമായ ഒരു കരാറാകുന്നു എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. ഒരു ഫേം എഗ്രിമെന്റ് ആണ്. ആ അർത്ഥത്തിൽ മറ്റൊരു ആളുമായി നടക്കേണ്ട ഒരു ഉടമ്പടിയുടെ കാര്യം വരുമ്പോൾ അവിടെ കേവലം ഒരു സമൂഹം എന്ന നിലയിൽ ഒറ്റക്ക് പോകാൻ സാധ്യമല്ല. അവിടെ ഏതു നിയമം അവലംബിക്കണം എന്ന വിഷയം സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഏതു എഗ്രിമെന്റാണ് നമ്മൾ അവലംബിക്കേണ്ടി വരിക? ആ എഗ്രിമെന്റിന്റെ ശീലവും രീതിയും എന്താകണം എന്ന ചിന്തയുടെ മുമ്പിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തനുസൃതമായി തന്നെ അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മറ്റൊരു എഗ്രിമെന്റായി വന്നാൽ ഇസ്ലാം നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി വിവാഹം ചെയ്യാതെ പോവുകയും ആ വിവാഹം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ലെജിറ്റിമേറ്റ് അഥവാ നിയമാനുസൃതമാകാതെ പോവുകയും അതുവഴി ഇല്ലെജിറ്റിമേറ്റ് ആയ ജാരസന്താനങ്ങൾ പിറക്കുകയും ചെയ്യും എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളിലെ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ ദാമ്പത്യം, അതുപോലെ തന്നെ വഖഫ്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക സമൂഹത്തിന് അവരവരുടേതായ ഇസ്ലാമിക ആചാരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കണം എന്നതാണ് നാം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭരണകൂടത്തോട് പറഞ്ഞിരുന്നതും. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. മറ്റേത് മൂന്നാമത്തതും നാലാമത്തതും. മൂന്നാമത്തെ സംബന്ധിച്ചിടത്തോളം അത് വ്യാപാര കാര്യങ്ങളാണ്. അവിടെ നമുക്ക് മാത്രം ബാധിക്കുന്ന തരത്തിലെ ഒരു നിയമമുണ്ടാക്കി ഒരു രാജ്യത്ത്, ഒരു ബഹുസ്വര രാജ്യത്ത് ജീവിക്കാനാവില്ല. അതുകൊണ്ട് ആ നിയമങ്ങൾ പൊതു നിയമങ്ങളാണ്. ഒരു സ്വത്തു തർക്കമുണ്ടായി, ആ തർക്കത്തിൽ മുസ്ലിമും ഒരു അമുസ്ലിമുമാണ് രണ്ട് കക്ഷികളെങ്കിൽ സ്വാഭാവികമായി അവിടെ വരുന്നത് ഒരു കോമൺ സിവിൽ കോഡാണ്. അവിടെ ഒരു കോമൺ സിവിൽ നിയമമാണ്. ആ നിയമത്തിൽ നമുക്ക് ആർക്കും ആക്ഷേപം വരുന്നേയില്ല. മറ്റേത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്ത് ഒരാൾ ചെയ്യുന്ന ഏത് കുറ്റത്തിനും, പ്രത്യേകിച്ചും ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റം ചെയ്യുന്നത് സ്വാഭാവികമായി നിയമത്തിന്റെ വാക്കിൽ പറഞ്ഞാൽ അത് രാജ്യത്തിനെതിരാണ്, എഗൻസ്റ്റ് ദി സ്റ്റേറ്റ് ആണ്. രാഷ്ട്രമാണ് ആ കുറ്റവാളിയെ എന്തു ചെയ്യണമെന്നും കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും രാജ്യത്തിന് അതിന്റെ ഒരു ക്രിമിനൽ പ്രൊസീജിയർ ഉണ്ട്. ആ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം എന്തു ശിക്ഷയാണ് അതിന് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് പ്രത്യേകമായി പറയുന്ന ഒരു പീനൽ സെക്ഷൻ ഉണ്ട്. ഒരു കുറ്റ ശിക്ഷാ നിയമങ്ങളുടെ ഒരു സംഹിതയുണ്ട്. ഇത് മുസ്ലിങ്ങളുടേത് മാത്രമായി നടപ്പിലാക്കാൻ സാധ്യമേ അല്ലാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഒന്നും ഇടപെടുന്നില്ല.
മുസ്ലിങ്ങൾ പറയുകയാണ്, നാളെ വ്യഭിചാരിയായ ഒരാളെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. നമസ്കരിക്കാത്ത ഒരാളെ ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കട്ടവനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയാനുള്ള അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു വ്യവസ്ഥാപിതമായ രാഷ്ട്ര സംവിധാനത്തിൽ മാത്രം നടപ്പിലാക്കപ്പെടേണ്ടതാണ്. നമ്മൾ അങ്ങനെയും കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നത്. അതേസമയം പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ ദാമ്പത്യ ജീവിതവും അതുപോലെ തന്നെ വഖഫും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ ഈ വിഷയത്തിൽ ഇത്ര ഷാഢ്യമെടുക്കുന്നുള്ളൂ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പീനൽ കോഡ് നിങ്ങളുടേതാകണമെന്ന് പറഞ്ഞുകൂടാ? നമുക്കങ്ങനെ പറയേണ്ട ഒരു ആവശ്യവുമില്ലാത്തത് കൊണ്ടാണ്. കാരണം ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്ര സമൂഹത്തിൽ ജീവിക്കുന്ന ആർക്കും ആ രാജ്യത്തിന്റെ പീനൽ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് തന്നെ പോകുന്നതിൽ തകരാറില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 937 ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത്, അതായത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്തു തന്നെയാണ് പഞ്ചാബ് സ്വദേശിനിയായ ഒരു പെൺകുട്ടി അവളുടെ പിതൃ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രീവി കൗൺസിലിൽ ഒരു കേസ് കൊടുക്കുന്നുണ്ട്. പ്രീവി കൗൺസിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോടതിയാണ്. ബ്രിട്ടീഷ് കോടതി സ്വാഭാവികമായും ഒരു പ്രത്യേകമായ നിയമരേഖയുടെ അടിസ്ഥാനത്തിലല്ല അന്ന് വിധി നടപ്പിലാക്കിയത്, മറിച്ച് അന്ന് നടപ്പിലാക്കിയത് ആ പ്രദേശത്തുണ്ടായ ചില കസ്റ്റമുകൾ, സമ്പ്രദായങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കസ്റ്റമറി ലോ ആണ്. അതുപ്രകാരം ആ പെൺകുട്ടിക്ക് പിതൃ സ്വത്തവകാശം ഇല്ലെന്നായിരുന്നു അന്നത്തെ കോടതിയുടെ വിധി. ആ കോടതി വിധി ചിലപ്പോഴൊക്കെ ഇസ്ലാമിക ശരീഅത്ത് മുഴുവനും സ്ത്രീ വിരുദ്ധമാണ്, സ്ത്രീകൾക്കു നേരെയുള്ള വളരെ കഠിനമായ ചില പരിപാടികളാണ് ഇസ്ലാമിക ശരീഅത്ത് മുഴുക്കെ എന്ന് പറയുന്നവർ ആലോചിക്കണം. ഈ പെൺകുട്ടി അവളുടെ സ്വത്തവകാശ സംബന്ധിയായ കാര്യത്തിന് ബ്രിട്ടീഷ് കോടതിയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവൾക്കു ലഭ്യമായിട്ടുള്ള ഈ മറുപടിക്ക് മുമ്പിൽ ഇന്ത്യയിലെ അന്നത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ മുമ്പിൽ നിന്നിരുന്ന മുസ്ലിം പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുസൃതമായി ജീവിക്കാനുള്ള അവകാശം വേണം എന്ന വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തപ്പോഴാണ് 937 മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുസൃതമായി ഇത്തരം വിഷയങ്ങളിൽ അവരുടെ ശരീഅത്ത് തന്നെ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്ന നിയമം കൊണ്ടുവരുന്നത്. 937 ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937 എന്ന് പറയുന്നത് അതാണ്. അതുപ്രകാരം മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുസൃതമായി 10 കാര്യങ്ങൾ പറയുന്നു. അതായത് മുസ്ലിങ്ങളുടെ സ്വത്തവകാശ നിയമം, മുസ്ലിങ്ങളുടെ വിവാഹ ദാമ്പത്യ ജീവിതം, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിത്തീരാവുന്ന ത്വലാഖ്, ഈലാ, ലിആന്, ലിഹാർ, മുബറാത്ത് എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം ബാധകമായി നിൽക്കുന്ന വഖഫ് സ്വത്തുക്കൾ, അതുപോലെ തന്നെ അവരുടെ മാത്രം പ്രശ്നമായി നിൽക്കുന്ന വസിയ്യത്ത്, ഈ കാര്യങ്ങളിലെല്ലാം അത്തരം വിഷയങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് സെക്ഷൻ 2 മുസ്ലിം പേഴ്സണൽ ലോയുടെ സെക്ഷൻ 2 ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇൻ കേസസ്, ഈ പറയപ്പെടുന്ന ഇത്തരം കേസുകളിൽ ദ ലോ ഓഫ് ഡിസിഷൻ ഇൻ കേസസ് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ് ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ എന്നാണ് ഈ നിയമം കൃത്യമായി പറഞ്ഞു തരുന്നത്. ദ ലോ ഓഫ് ഡിസിഷൻ, ഈ വിഷയത്തിലുള്ള ഫത്വ, ഈ വിഷയത്തിലുള്ള കൃത്യമായ ജഡ്ജ്മെന്റ്, ഈ വിഷയത്തിലുള്ള നിയമപരമായ തീരുമാനം, ആ നിയമപരമായ തീരുമാനം ഇൻ കേസസ് വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ് ഈ വിഷയം. വേർ ദ പാർട്ടീസ് ആർ മുസ്ലിംസ്, മുസ്ലിങ്ങൾ മാത്രമാണ് 2 കക്ഷികളെങ്കിൽ അവരുടെ കക്ഷിത്വത്തിൽ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ ശരീഅത്ത് അനുസൃതമായി തന്നെയാണ് വിധി വേണ്ടത് എന്ന് പറയുന്നോടത്ത് ഷാൽ ബി ദ മുസ്ലിം പേഴ്സണൽ ലോ, അവിടെ മാത്രമാണ് മുസ്ലിം പേഴ്സണൽ ലോ വരുന്നുള്ളൂ. ഒരു പെണ്ണ് പറയാണ് എനിക്ക് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട നിയമം വേണ്ട, ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മതി എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും തടയാൻ അധികാരമില്ല. മഹാനായ ഉമർ ഖാലി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിന്റെ ഒരു സംഭവം ഞാൻ ഓർത്തു പോകാൻ. ഉമർ ഖാലി ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു പലിശ ഹലാലാക്കി തരണമെന്ന്, പലിശ ഹലാലാക്കാൻ. അപ്പൊ ഉമർ ഖാലി പറഞ്ഞു അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത് അനുസൃതമായി പലിശ ഹലാലാവില്ല. അയാൾ പോകാതെ നിന്നു വീണ്ടും വീണ്ടും അത് ആവശ്യപ്പെട്ടു. ഒടുക്കം മഹാനായ ഉമർ ഖാലി തങ്ങൾ ഇങ്ങനെ തമാശ പോലെ ചോദിച്ചു, അത്ര നിന്റെ വാപ്പാടെ പേരെന്താ? വാപ്പാടെ പേര് പറഞ്ഞു. നിന്റെ പേരെന്താ? അതും പറഞ്ഞു. അപ്പോ ഇന്നയാളുടെ മകൻ ഇന്നയാൾ, അയാൾക്ക് പലിശയാകാം എന്ന് എഴുതി കൊടുത്തു. ഉമർ ഖാലിയാണ് എഴുതിയത്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ സാഗര സമാനമായി നിൽക്കുന്ന ആ വലിയ വിജ്ഞാന ഭണ്ഡാകാരം മുഴുവനും തന്റെ ചെപ്പിലൊതുക്കുന്ന അത്രമേൽ വലിയ കർമ്മശാസ്ത്ര നിപുണൻ അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനൊരു വർത്തമാനം.
അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തേ അങ്ങനെ പറയാൻ കാരണം? അപ്പോ മഹാനായ ഉമർ ഖാലി തങ്ങൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അയാൾക്ക് ഇസ്ലാമിക ശരീഅത്ത് ബാധകമാകില്ലെങ്കിൽ പിന്നെ ഞാനാണോ അയാൾക്ക് ശരീഅത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ടാൽ? ഇവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനോ അല്ലെങ്കിൽ ആർക്കോ ഇസ്ലാമിക ശരീഅത്ത് ബാധകമാകില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് കാര്യം? നമ്മുടെ കാര്യം അതല്ല. നമ്മുടെ കാര്യം ഇസ്ലാമിക ശരീഅത്തനുസരിച്ചു ജീവിക്കണം ഇന്ത്യയിൽ എന്ന് പറയുന്നവന് ആ ശരീഅത്തനുസൃതമായി ജീവിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യപരമായുള്ള അവകാശത്തിന്റെ ഭാഗമായി നാം കാണുന്നു. അതുകൊണ്ടാണ് 1985 ഇസ്ലാമിക ശരീഅത്ത് ഇതേപോലെ തന്നെ വിവാദമായ ഒരു ഘട്ടമുണ്ടായത്. അന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള ഈ വ്യക്തി നിയമങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ കോടതിയെ ഇടപെടുന്നു എന്ന് വരുന്നിടത്തുണ്ടായ ആ കാര്യത്തിലെ വലിയ രോഷപ്രകടനം പാർലമെന്റിലുണ്ടായി. അന്ന് മഹാനായ ഗുലാം മഹ്മൂദ് ബനാത്തുവാല സാഹിബാണ് അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ശക്തമായി അത് അവതരിപ്പിച്ചത്. ബീഗം ഷാബാനു അന്ന് ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ മുമ്പിൽ തന്റെ കേസ്, അതായത് തന്റെ ഭർത്താവുമായുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിവാഹമോചനാനന്തരം ലഭ്യമാകേണ്ട ജീവനാംശത്തിന്റെ കേസ് കൊടുക്കുന്നു. ആ കേസ് അന്നത്തെ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന YB ചന്ദ്രചൂഡ്, അദ്ദേഹം ഇന്ത്യയുടെ പൊതുനിയമമായി നിൽക്കുന്ന CRPC, അതായത് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമുള്ള സെക്ഷൻ 125 പ്രകാരം ഒരു പെൺകുട്ടി വിവാഹമോചിതയായാൽ അത് ഏതു തരത്തിലായാലും ആ വിവാഹമോചിതയായ സ്ത്രീക്ക് ലഭ്യമാകേണ്ട ജീവനാംശത്തിന്റെ കണക്ക് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിക ശരീഅത്തിനെയും ഈ പേഴ്സണൽ ലോയെയും എതിർത്തുകൊണ്ട് തന്നെയാണ് YB ചന്ദ്രചൂഡ് അത് പറഞ്ഞത്. അതിനെതിരായിരുന്നു അന്ന് പാർലമെന്റിൽ ശക്തമായി ബില്ല് അവതരിപ്പിച്ചു കൊണ്ടുവന്ന് ബനാത്തുവാല സാഹിബ്. അന്ന് ഇന്ത്യയുടെ പാർലമെന്റ് അനുകൂലമായി വിധി നൽകി. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിന്റെ അന്നത്തെ പ്രധാനമന്ത്രി, അതിന്റെ ലീഡർ, അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശക്തമായ വികാരം അങ്ങ് പറയുന്ന വാക്കുകൾക്കൊപ്പമാണെങ്കിൽ ഞാൻ അതിന്റെ കൂടെയുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഇത് സ്വകാര്യ ബില്ല് എന്ന നിലയിലല്ല, ഒരു പ്രൈവറ്റ് എന്ന നിലയിൽ ഒരു മെമ്പർ അവതരിപ്പിച്ച ബില്ലല്ല, ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു, ഞാൻ എന്റെ പാർലമെന്റിനെ കൊണ്ട് അത് തീർത്തു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നങ്ങൾ ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദശാസന്ധിയുടെ, ഒരു സ്വത്വപരമായ പ്രതിസന്ധിയുടെ മുമ്പിലൂടെ കടന്നുപോയ കാലമാണത്. അതേ കാലം തിരിച്ചു വരുന്നു എന്ന് പറയുന്ന വിധത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഈ ചർച്ച ഇന്ന് തുടങ്ങിയതല്ല. ഇന്ത്യയുടെ ഭരണഘടനയുടെ രൂപകൽപ്പനകൾ നടക്കുന്ന കാലത്ത് നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 ശേഷമുള്ള പാർട്ട് 4 അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനും ഇന്ത്യയുടെ പ്രഗത്ഭനായ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എല്ലാം പറയുന്നത് ഇന്ത്യയിൽ ഒരു പൊതു നിയമം കൊണ്ടുവരണം എന്നർത്ഥത്തിലായിരുന്നു. പക്ഷേ പ്രഗത്ഭരായ മുസ്ലിം നേതാക്കളും അതുപോലെ തന്നെ ഹൈന്ദവ നേതാക്കളിൽ പ്രമുഖരും എഴുന്നേറ്റു. KM മുൻഷിയെ പോലെയുള്ള ഹൈന്ദവ നേതാക്കൾ, മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള മുസ്ലിം നേതാക്കൾ, അവർ പറഞ്ഞു, പാർട്ട് 3 പ്രകാരമുള്ള ഈ ജനതക്ക് നൽകിയിട്ടുള്ള മതവിശ്വാസ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കൈകടത്തലാണിത്. ആർട്ടിക്കിൾ 44 പ്രകാരം എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി ഒരു പൊതു നിയമം കൊണ്ടുവരണമെന്നൊരു നിർദ്ദേശം വന്നു. The state shall endeavor to secure for the citizen a uniform civil code throughout the territory of India എന്ന് പറയുന്ന ഈ ആർട്ടിക്കിൾ 44 ഈ ഭാഗം ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ന് വന്നതോ ഇന്ന് നടക്കുന്ന ചർച്ചയോ അല്ല അത്. അന്നത്തെ ഏറ്റവും പ്രഗത്ഭമതികൾ കൂടിയിരിക്കുന്ന ചർച്ച. പക്ഷെ ആ ചർച്ചയിൽ KM മുൻഷിയെയും അതുപോലെ തന്നെ ബഹുമാന്യനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും അതുപോലെ തന്നെ ബഹുമാന്യനായ B പോക്കർ സാഹിബിന്റെയും വാദം അർത്ഥവത്താണെന്ന് മനസ്സിലാക്കിയ അന്നത്തെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ പ്രഗത്ഭനായ അതിന്റെ ചെയർമാൻ കൂടിയായ നിയമകാര്യ വകുപ്പ് മന്ത്രിയായ ഇന്ത്യയുടെ ആദ്യത്തെ നിയമകാര്യ വകുപ്പ് മന്ത്രിയായ BR അംബേദ്കർ, അദ്ദേഹം പറഞ്ഞു, ഇത് കമ്പൽ ചെയ്ത് നടപ്പിലാക്കാൻ ഇന്ത്യ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഞാൻ ഉറച്ചു പറയുന്നു, നെഞ്ചളവ് കൊണ്ട് പ്രധാനമന്ത്രിയായ ആളല്ല പണ്ഡിറ്റ് ജവഹർലാൽ. ശേഷിയും ക്ഷേമഷിയുമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ്ജി. പണ്ഡിറ്റ്ജി പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സമ്മതമാകാത്തിടത്തോളം കാലം ഒരു കോമൺ കോഡ്, ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. അംബേദ്കർ പറഞ്ഞു, അങ്ങനെ വന്നാൽ അതൊരു തരം ഭ്രാന്തൻ ഭരണകൂടമാകും. ആ ഭ്രാന്തൻ ഭരണകൂടം അങ്ങനെ അത് സമ്മതിക്കാവുന്ന വിധത്തിലേക്ക് പോകുന്നത് രാജ്യത്തെ നശിപ്പിക്കും. പ്രഗത്ഭരായ പാർലമെന്റിലെ അന്നത്തെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മെമ്പർമാരിൽ പ്രമുഖർ മുഴുവനും പറഞ്ഞു,
ഇത് ഇന്ത്യയിലെ ഈ ബഹുസ്വരതയെ തന്നെ നശിപ്പിച്ചു കളയും. എന്തുകൊണ്ടെന്നാൽ എല്ലാ വിഭാഗം ആളുകൾക്കുമുണ്ട് അവരവരുടേതായ പേഴ്സണൽ ലോ. ക്രിസ്ത്യൻ പേഴ്സണൽ ലോ ഉണ്ട്, വളരെ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതാണ്. അതുപോലെ തന്നെ ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്, 955 അതുപോലെ തന്നെ പിന്നെ ആനന്ദ് മാരേജ് ആക്ട് ഉണ്ട്, അതായത് സിഖുകാർക്കുള്ളത്, എല്ലാവർക്കും ഉണ്ട്. എന്തിനാ ഇത്ര വിഷമം? എല്ലാ വിഭാഗം ആളുകൾക്കുണ്ട്. മാത്രമല്ല, ഈ ഹിന്ദുക്കളെ മുഴുവനുമായി പരിഗണിക്കുന്ന വിധം ഇന്ത്യയിലെ ബൗദ്ധ, ജൈന, ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ബാധകമാകുന്ന നിയമം കൊണ്ടുവരുമ്പോഴും ഇന്ത്യയിലെ ചില പ്രത്യേക ഗോത്രവർഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ആ നിയമങ്ങൾ ബാധകമല്ലാത്തത് അവരുടെ ഐഡന്റിറ്റി നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലാണ് എന്നത് നമ്മുടെ ഈ നിയമവിശാരദന്മാർ പറഞ്ഞു വച്ചു. അപ്പോഴാണ് നമ്മുടെ ചോദ്യം, അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾക്കും അവരുടെ ന്യൂനപക്ഷപരമായി നിൽക്കുന്ന അവകാശത്തിന്റെ ഭാഗമായി നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിച്ചുകൂടെ? അത് സൂക്ഷിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അത് സൂക്ഷിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന തന്നതാണല്ലോ. നമ്മുടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദ പ്രകാരം ഇന്ത്യയിലെ ആർക്കും അവരുടെ മതം പറയാം, അവരുടെ മതം വിശ്വസിക്കാം, അവരുടെ മതത്തെ ആചരിക്കാം. All persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion. ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും അവന്റെ മതത്തെക്കുറിച്ച് പറയാനും പ്രഘോഷണം ചെയ്യാനും പ്രചരണം നടത്താനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നരേന്ദ്രമോദിയോടും പറയാം, ഇസ്ലാം ഇന്നതാണെന്ന് പറയാം, നമുക്ക് അവകാശമുണ്ട്. പോരാ, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകമായ അവരുടെ സംസ്കാരം നിലനിർത്താനുള്ള അവകാശവും ഭരണഘടനാദത്തമാണ്. എന്നിട്ട് ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ സർവേ ഇറങ്ങുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു, നാം ആ സർവേയുമായി സഹകരിക്കില്ലെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രഗത്ഭരായ നേതാക്കൾ പറഞ്ഞത് കേവലം ഒരു വെളിവുകൂട് കൊണ്ടല്ല. ചിലർ വിചാരിച്ചത് അവിടെ കുറെ തലക്കെട്ട് കെട്ടിയ മുല്ലമാർ മാത്രം ഇരിക്കുന്ന സദസ്സാണെന്നാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവിടെ പ്രഗത്ഭരായ മുൻ ജഡ്ജസ് ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജസ് ഉണ്ട്, പ്രഗത്ഭരായ ഇപ്പോഴും അവിടെ പിന്നെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രഗത്ഭരായ വക്കീലുമാരുണ്ട്, നിയമ പണ്ഡിതന്മാരുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരുമുണ്ട്. അവരാണ് പറയുന്നത് നിങ്ങൾ അതുമായി സഹകരിച്ചേക്കരുത്. എന്തുകൊണ്ട് സഹകരിക്കാൻ പാടില്ല? ഇന്ത്യയുടെ പ്രമാണമായി നിൽക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ഒരിക്കലും ഇളക്കി പ്രതിഷ്ഠിക്കാൻ സാധ്യമാകാത്ത വിധം പാർലമെന്റിനോ ഒരു നിയമസഭക്കോ തൊട്ടുകൂടാത്ത വിധം നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ 3-ാം ഭാഗം. അതുപ്രകാരമുള്ള മതവിശ്വാസ സ്വാതന്ത്ര്യം, ന്യൂനപക്ഷാവകാശ സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങളിൽ ബഹുജനാഭിപ്രായം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ ഒരു രാജ്യത്തിന്റെ, ഒരു ക്ഷേമരാജ്യത്തിന്റെ, ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പതിവ് രീതിയിൽപ്പെട്ടതല്ല. ഇവരെന്തിനാ ഇത് കൊണ്ടുവരുന്നതെന്നോ, ഒരു ഭാഗം മുസ്ലിം സംഘടനകൾ കൂടി അതിന്റെ കൂടെ ഒപ്പിട്ടങ്ങ് കൊടുത്താൽ മറുഭാഗത്ത് വലിയൊരു വിഭാഗം ആളുകളെ ഇതിന് വിരുദ്ധമായ രീതിയിൽ ഒപ്പിടിക്കുകയും ചെയ്തിട്ട് ഇതാ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ പറയുന്നു, നിങ്ങൾ പറയും പ്രകാരമല്ല, തൊലാഖ് നിരോധിച്ചു കൊള്ളണം, മുത്തലാഖ് ഇല്ലാതെയാക്കണം, അതുപോലെ തന്നെ കോമൺ കോഡ് കൊണ്ടുവരണം, ശരീഅത്ത് വേണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു എന്ന് പറയാം. ഞാൻ അങ്ങനെ പേടിക്കുന്നൊന്നുമില്ല, കാരണം ഒരു തരത്തിൽ ഉമ്മാക്കിയിട്ട് പേടിപ്പിക്കലാണ്. ഞാൻ പറഞ്ഞല്ലോ, കേവലം നെഞ്ചളവ് കൊണ്ട് മാത്രം തീർക്കാവുന്നതല്ല ഒരു കോമൺ കോഡ്. കാരണം ഒരു കോമൺ കോഡ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമപരമായ സങ്കീർണതകളുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെയും ഈ വരാൻ പോകുന്ന കോഡും തമ്മിൽ എങ്ങനെ യോജിച്ചു പോകുമെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഇതുവരെ ഈ പറയപ്പെടുന്ന ആർക്കും യാതൊരു ഊഹവുമില്ല. മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഏതു വിഭാഗത്തെയും ആരുടെ കാര്യത്തിലും ഒരു പ്രത്യേകമായ ഊഹം പറയാൻ കഴിയുന്നില്ല. എന്നു മാത്രമല്ല, ഇത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. എന്തിനാ പിന്നെ ഇതിങ്ങനെ നിരന്തരം മുസ്ലിങ്ങളെ ഭീതിയിൽ നിലനിർത്താം? നാളെ വരില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഇതൊക്കെ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നത് നമ്മളെ ഭീതിപ്പെടുത്തണം. നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധം പച്ചക്ക് വെടിവെച്ച് കൊല്ലാൻ പോലും അധികാരമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുതരം ധാർഷ്ട്യം നമ്മുടെ രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്നു. സാധാരണ കോടതികൾ പലതവണ പറഞ്ഞതാണ്, ഒരു മിലിറ്റന്റ് ആണെങ്കിൽ പോലും ആയുധധാരിയല്ലാത്ത ഒരാളെ കാരണം കൂടാതെ വെടിവെച്ചു കൊല്ലാൻ ഒരു പോലീസുകാരനും ഇതുവരെയുള്ള നിയമങ്ങളൊന്നും അനുവദിക്കാതിരിക്കെ തന്നെ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളെയും കാറ്റിപ്പറത്തുന്ന വിധം തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനും വർഗീയത വളർത്താനും നാട്ടിലെ മനുഷ്യരെ പച്ചക്ക് വെടിവെച്ചു കൊല്ലുന്ന വളരെ ക്രൂരമായ ഒരു കാലഘട്ടമായി നമ്മുടെ രാജ്യത്ത് ഇന്ന് സവിശേഷ സാഹചര്യം വന്നിരിക്കുന്നു. എല്ലാ പത്രങ്ങളും പറയുന്നു,
മനുഷ്യ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ പറയുന്നു. ഞാൻ ആ ഒരു പ്രത്യേക പാർട്ടിയെയോ സംഘടനയോ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഇന്ത്യ പോലെ ഒരു ബഹുസ്വര രാജ്യത്തെ അവർ ഉയർത്തേണ്ട മുദ്രാവാക്യങ്ങൾ എല്ലാവരും ഉയർത്തിയത് എന്ന വാദം തന്നെയാണ് എൻ്റെ മുമ്പിലുള്ളത്. സിമിയെ അംഗീകരിച്ചുകൊണ്ടല്ല, പക്ഷേ ആരുമാകട്ടെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു കാട്ടുകൊള്ളക്കാരനെ പോലും ചെയ്യാൻ പാടില്ലാത്ത വിധം ക്രൂരമാം വിധം കൈകളിൽ യാതൊന്നുമില്ലാത്ത നിരായുധരായ പച്ച മനുഷ്യരെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം ഈ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായി ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് നിയമങ്ങൾ കൊണ്ടുവരുന്നു. രാജ്യത്തെ നിയമങ്ങൾ മുസ്ലിം പെൺകുട്ടിയുടെ കണ്ണുനീര് കാണുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാദം. മുസ്ലിം പെൺകുട്ടിയുടെ കണ്ണുനീര് ഗുജറാത്തിൽ കണ്ടില്ലേ? ഗുജറാത്തിൽ 2002 ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് MP അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന അക്രമകാരികളെ കണ്ട് ഭയന്ന് വിറച്ചിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സംരക്ഷണം വേണം. ഞാനൊരു പാർലമെന്റ് MP ആയിരുന്നു ഒരിക്കൽ. അദ്ദേഹത്തോടാണ് നരേന്ദ്രമോദി ചോദിച്ചതായി ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇഹ്സാൻ ജിഫ്രിയുടെ പ്രിയപ്പെട്ട വിധവയും പറയുന്നത്, നീ ഇപ്പോഴും ചത്തില്ലടാ എന്നായിരുന്നു അത്രേ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചത്. ആ വിധവയുടെ കണ്ണുനീര് ആർക്കു കാണാനാകും? മുസ്ലിം സഹോദരിമാരെ എന്ന് വിളിക്കുമ്പോൾ ഇഹ്സാൻ ജിഫ്രിയുടെ വിധവയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓർക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓർക്കണം. മുസ്ലിം സഹോദരിമാരെ എന്ന് വിളിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാവപ്പെട്ട ഗർഭിണിയുടെ വയറ്റിലേക്ക് തൃശൂലം കുത്തി അവിടെ നിന്നൊരു പാവം കുഞ്ഞിനെ പിടക്കുന്ന ജീവനെ കൊണ്ടുവന്ന് രാമനാമം ജപിച്ചുകൊണ്ടുപോയി അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിന്റെ മുമ്പിൽ പിടഞ്ഞു ജീവിച്ചു പോയ പാവം പെണ്ണിനെ സഹോദരി എന്ന് വിളിക്കണം. അവളെയാണ് സഹോദരി എന്ന് വിളിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ വിളിക്കണം സഹോദരി എന്നല്ല, പ്രിയപ്പെട്ടവളെ എന്നെങ്കിലും വിളിക്കണം. തന്റെ ശൈശവകാലത്ത് വിവാഹം ചെയ്ത് മോചിപ്പിച്ചു കളഞ്ഞ, തൊലാഖു ചെയ്തു കളഞ്ഞ തന്റെ ഭാര്യയെങ്കിലും വിളിക്കണം. ആ പെണ്ണിന്റെ കണ്ണുനീരെങ്കിലും കാണണം. എന്തൊരു വർത്തമാനമാണ് മുസ്ലിം പെൺകുട്ടിയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇപ്പൊ പറയാനുള്ളത്? ഇവിടെ നിയമമുണ്ടാക്കണം. ഞാൻ നിയമങ്ങളെയല്ല പറയുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നതിലെ മാത്രം ഒതുങ്ങണോ? ഈ പറയപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന 4ാം പാർട്ടിയിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു ബ്രിങ് അബൌട്ട് പ്രൊഹിബിഷൻ ഓഫ് ദി കൺസംപ്ഷൻ except for medicinal purpose of intoxicating drinks and drugs which are injurious to health എന്നാണ്. മദ്യനിരോധനം വേണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ച വളരെ പ്രധാനപ്പെട്ട സ്വപ്നമാണ്. ട്രിപ്പിൾ തൊലാക്ക് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഒരു പാർട്ടിയുടെ വലിയൊരു മുഷാവറ പാസാക്കിയത്രേ. ഞാൻ ചോദിക്കട്ടെ, ആ പാർട്ടിയുടെ മുഷാവറ അങ്ങനെ പാസാക്കുന്നതിന് മുമ്പ് ആ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞത്, ഇനി നമുക്ക് ബാറുകൾക്ക് ലൈസൻസ് കൂടുതൽ കൊടുക്കണമെന്നാണ്. ആ മുഷാവറയോട് ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ ആ മുഷാവറയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അവസാനം പറയേണ്ടി വന്നത്, എനിക്ക് ശരീഅത്തിനെ കുറിച്ച് അറിയില്ലെന്നാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്തിൽ തൊട്ടുകളിച്ചിട്ട് അവസാനം സാക്ഷാൽ നമ്പൂതിരിപ്പാടിനെ തിരിച്ചു പറയേണ്ടി വന്നുവെങ്കിൽ ആ മുഷാവറയോട് നമുക്ക് പറയാനുണ്ട്, ട്രിപ്പിൾ തൊലാക്ക് നിരോധിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥമാണ്, ഖുർആനാണ്. ഖുർആനും ഹദീസുകളും അതു സംബന്ധമായി പറഞ്ഞ പണ്ഡിതന്മാരുടെയും വചനം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ട്രിപ്പിൾ തൊലാക്ക് എന്ന് പറയുന്ന ഈ 3 തൊലാക്കും ചൊല്ലി നിരന്തരം നടക്കുന്ന മുസ്ലിങ്ങളെന്നൊന്നും വാദമില്ല. അങ്ങനെയെങ്കിൽ കണക്ക് പറയട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് പ്രകാരം കേരളത്തിന്റെ തന്നെ കോടതികളിൽ വരാന്തകളിൽ നിരങ്ങുന്ന കേസ് പറഞ്ഞപ്പോ മലപ്പുറം ജില്ലയല്ലേ ഏറ്റവും കുറവ്? മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേക മുസ്ലിം ഒരു സമുദായം പ്രത്യേകം സിംഹഭൂരിപക്ഷമായി നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ 300 ചില്ലുവാനേ വരുന്നുള്ളൂ. എറണാകുളം ജില്ല 1900 തൃശ്ശൂര് 700 ചില്ലുവാനുമാണ്. ഈ കൊല്ലത്തെ കണക്കാണ്. കുറെ കൊല്ലങ്ങളുടെ കണക്കൊരിക്കൽ പറഞ്ഞു മാതൃഭൂമി പത്രം. അന്ന് മാതൃഭൂമി പറഞ്ഞ ഒരു വർത്തമാനം ഇതായിരുന്നു, കഴിഞ്ഞ കാലങ്ങൾക്കില്ലാത്ത വിധം നിരന്തരമായി കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നതിലെ പ്രധാനപ്പെട്ട കാരണം ഉന്നത വിദ്യാഭ്യാസമാണ്. ഉന്നത വിദ്യാഭ്യാസം ഞാൻ വെറുതെ പറയല്ല. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് കൂടുതലും IT പ്രൊഫഷണലുകളാണ് ഇങ്ങനെ തമ്മിലടിച്ച് തീരുന്നതെന്ന് പറഞ്ഞു മാതൃഭൂമി പത്രത്തിന്റെ സർവേ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒക്കെ പേരിൽ മുസ്ലിങ്ങളുടെ നേരെ മാത്രം ഇങ്ങനെ കുതിര കയറുന്നത് എന്തിനാ? 3 തലാഖും ഒരുമിച്ച് ചൊല്ലുക എന്നത് അകാരണമാണെങ്കിൽ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വന്നയാളെ
ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മുമ്പിൽ ഇദാ ഉതിയ റജുലുൻ തല്ലഖ ഇംറഅതഹു സലാസൻ, 3 വട്ടം തലാഖ് ചൊല്ലിയിട്ട് വന്ന ഒരാൾ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചെയ്തത് ഔജഅ ലഹ്റഹു, അയാളുടെ മുതുകിലിട്ടൊന്ന് കൊടുത്തു എന്നാണ്. അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷെ അങ്ങനെ എങ്ങാനും ചെയ്തു പോയാൽ അത് 3ആയി തന്നെ പരിഗണിക്കുമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രമാണ്. അത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും പരിശുദ്ധ റസൂലിന്റെ തിരുവചനവും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കപ്പെട്ട അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ശരീഅത്തിന്റെ സംയോജിതമായ രൂപമാണത്. ആ സംയോജിതമായ രൂപപ്രകാരം ഒരാൾ 3 തൊലാഖ് ചൊല്ലിയാൽ പിന്നെ ഒരു റീയൂണിയൻ സാധ്യമാകുന്നില്ല. പിന്നെ റീയൂണിയൻ ഉണ്ടാകണമെങ്കിൽ മറ്റൊരു വിവാഹം ചെയ്യപ്പെട്ടതിനു ശേഷം മാത്രമേ അത് സാധ്യമാകൂ. അങ്ങനെയല്ലാതെ വിവാഹിതയാകണം എന്ന് റീയൂണിയൻ നിർബന്ധമാണെന്ന് കമ്പൽ ചെയ്യാൻ ഏതു അധികാരമാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിനും അതുപോലെ തന്നെ പാർലമെന്റിനും ഉണ്ടാകാം? എന്റെ വിശ്വാസമാണ് എനിക്ക് പ്രധാനം. എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലണം. ഞാൻ അങ്ങനെ ഒരു പെണ്ണിനെ 3 തലാഖിനും ശേഷവും പിന്നെയും തിരിച്ചെടുക്കുന്നു എന്നത് ഇസ്ലാമിക വിധിപ്രകാരമാകാതെ പോയാൽ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലിട്ട കളിയാകുമത്. അതുപ്രകാരം ഞാൻ അങ്ങനെ ചെയ്താൽ അതൊരു വ്യഭിചാരമായി മാറും. നിരന്തരമായി വ്യഭിചാരത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ക്രൈസിസ് അത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ all persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion. ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ മതം വിശ്വസിക്കാം. അവിടെ തൊട്ടുകളിക്കാനുള്ള ഒരു അധികാരവും ഇന്ത്യയുടെ പാർലമെന്റിന് പോലും കൊടുക്കാത്ത വിധം മനോഹരമായി നിലനിർത്തിയ ഒരാൾ, അങ്ങനെ നിലനിർത്തിയതാണ് ഇന്ത്യയുടെ പ്രഗത്ഭരായ ഭരണഘടനാ ശില്പികൾ. എന്നിട്ട് കള്ളുകുടി നിരോധിച്ചിട്ടില്ല. കള്ളുകുടി നിരോധിക്കണ പോകട്ടെ. ഇനി രണ്ടാമത് പറയുന്നത് ആർട്ടിക്കിൾ 46 പ്രകാരം രാജ്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കണം. പ്രത്യേകിച്ചും വീക്കർ സെക്ഷൻസ്, ദുർബല വിഭാഗങ്ങൾ. ആരാ ദുർബല വിഭാഗം? ഈ നാട്ടിലെ ദളിതുകൾ. അവരെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ ഇങ്ങനെ തന്നെ പറയുന്നു, ഈ നാട്ടിലെ അധസ്ഥിത വിഭാഗം ഷാൽ പ്രൊട്ടക്ട് ഫ്രം ദ സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഫ്രം ഓൾ ഫോം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻസ്. സകല ചൂഷണങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എടുക്കണം. ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം തന്റെ അത്താഴപ്പട്ടിണി തീർക്കാൻ വേണ്ടി പാവം ദളിതുകൾ ഒരു ചത്ത പശുവിന്റെ തൊലിയുരിയുമ്പോഴാണ് ആ അത്താഴപ്പട്ടിണിക്കാരനായ പാവം ദളിതിനെ കൊണ്ടുവന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടാണ് ഫാസിസ്റ്റ് അധികാരികൾ ഈ നാട്ടിലെ ദളിതുകളോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. നരേന്ദ്രമോദി ആ കണ്ണുനീര് കാണുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ ദളിത് വിഭാഗങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഇന്നത്തെ ഈ ദുരന്തത്തെ പരിഹരിക്കാൻ കഴിയണം. ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലാൻ പോലും കഴിയാത്ത ദളിതൻ ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് നിരന്തരം നിലനിൽക്കുന്നു. ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ മുസ്ലിങ്ങൾക്ക് നേരെ കുതിര കയറുമ്പോൾ ഞാനൊന്ന് പറയാം, ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ വിശ്വാസത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സർവേ നടത്തട്ടെ സർവേ. അങ്ങനെയെങ്കിൽ 100% ഇന്ത്യയിലെ വിവിധ സമുദായ വിവിധ മത വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന നണ്ണറി ഒന്ന് ചോദ്യത്തിന്റെയും വിചാരണയും പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോ കാണാം ഒരു വിഭാഗം പെണ്ണുങ്ങൾ അവരുടെ ജീവിതം മുഴുവനും വിശ്വാസത്തിന്റെ പേരിൽ സമർപ്പിച്ചു എന്ന പേരിൽ ജീവിതം അങ്ങനെ ആഹൂതി പോലെ കഴിച്ചുകൂട്ടുന്നത്. നണ്ണറിയെ കുറിച്ച് പറയോ ഇവർ? എന്തു കണ്ടാലും മുസ്ലിങ്ങളുടെ നേരെ തന്നെ തലതിരിയുന്നവർ. ഈ നാട്ടിൽ എന്തു കണ്ടാലും ചില ഈ മാധ്യമ മേലാളന്മാരുണ്ട്, അവർ അത് മുഴുവൻ ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ചോദിക്കട്ടെ, നണ്ണറി ഒരു പ്രശ്നമല്ലേ? നണ്ണറി ഒരു പ്രശ്നമാകുന്നില്ലേ? ചില ആചാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും പേരിൽ, ജാതകദോഷത്തിന്റെ പേരിൽ കുടിലുകളിലും കൊട്ടാരങ്ങളിലും വയസ്സറിയിച്ച് അവസാനം മരിച്ചു തീരുന്നവരെ ഇരിക്കേണ്ടി വരുന്ന പെണ്ണുങ്ങളില്ലേ? എന്തേ ഈ ജെൻഡർ ഇക്വാലിറ്റി അവിടെയൊന്നും പ്രശ്നമാകാത്തത്? എന്തേ ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ പേരിൽ അവിടെയൊന്നും കണ്ണുനീര് കാണാത്തത്? ഇവിടെ ഇസ്ലാം വളരെ കൃത്യമായി ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലുന്നതിന് നിരന്തരമായ പ്രൊസീജിയറുകൾ പറഞ്ഞു. ഞാൻ ഒരിക്കൽ വിശദീകരിച്ചതാണ്, ഞാൻ പറഞ്ഞു വന്നതാണ് ഒരിക്കൽ. അതുപ്രകാരമല്ലാതിരുന്നാൽ അവസാനത്തെ വർത്തമാനം പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ഗളുൽ ഹലാലി ഇൻദല്ലാഹി അത്വലാഖ്. അല്ലാഹുവിനേറെ കോപം തോന്നുന്ന ഒരു കാര്യമാണ് അനുവദിക്കപ്പെട്ടാൽ പോലും തലാഖ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നിലനിൽക്കെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭീതിയിലാക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്തെ സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും വിദ്വേഷം പരത്താനും വൈര്യമുണ്ടാക്കാനും വേണ്ടി രാജ്യത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ പറയരുത്. അതിനെതിരായ ഒരു
കൃത്യമായൊരു ബഹുജന ഒപ്പുശേഖരണ പരിപാടിയാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള മതസംഘടനകളുടെ തീരുമാനപ്രകാരം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ജുമുഅ നമസ്കാരാനന്തരം പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി പോകണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യപരമായി ഒരു തരത്തിലുള്ള തീവ്രവാദവുമല്ല, തീവ്രവാദം ഒരിക്കലിട്ട് പറ്റുകയുമില്ല. ഈ തീവ്രവാദമാണ് പലപ്പോഴും ഈ പറയപ്പെടുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ഭാഗത്ത് തീവ്രവാദിക്ക് ആയുധം കൊടുത്തും അവൻ ആവശ്യമായ സൗകര്യങ്ങളും ചെയ്ത് തീവ്രവാദിയാക്കിക്കൊണ്ടേയിരിക്കുന്നു ആഗോള സാമ്രാജ്യത്വവും ലോകത്തെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളും. മറുഭാഗത്ത് ആ പാവം തീവ്രവാദിയെ അതേ രീതിയിലാക്കിയതിനു ശേഷം അവനെ ഒടുക്കാൻ എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ സാമാന്യ ജീവിതത്തിന്റെ നേരെ തോക്കു ചൂണ്ടുന്നു. അതാണ് ഇന്ന് ലോകത്തെവിടെയും നടക്കുന്നത്. ആരാ താലിബാൻ ആയുധം കൊടുത്തത്? അമേരിക്ക തന്നെ. ആരാ അൽ ഖായിദക്ക് ആയുധം കൊടുത്തത്? അമേരിക്ക തന്നെ. ആരാ ഐസിനെ പടച്ചുവിട്ടത്? അമേരിക്ക തന്നെ. ഇസ്രയേലും. ഒരു കടലാസ് വഞ്ചി കൊണ്ട് പോലും ഇസ്രയേലിന്റെ നേരെ തിരിയാൻ തയ്യാറാകാത്ത ഐസ്, ഒരു കടലാസ് ബോംബ് പോലും ഇട്ട് ഇസ്രയേലിനു നേരെ തിരിയാൻ കഴിയാത്ത ഐസ്, ആ ഐസ് ആദ്യം തകർത്തത് എന്തിനെ? മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, മഹാനായ ഇമാം നവവിയുടെ ഖബർ. മുസ്ലിം ലോകത്തെ പ്രമുഖരുടെ ജീവിതങ്ങളുടെ ഓർമ്മകൾ പോലും നശിപ്പിക്കണമെന്ന് ആർക്കാ താല്പര്യം? അവസാനം ശാന്തിയുടെയും പ്രണയത്തിന്റെയും പൂവസന്തമായി നിലനിൽക്കുന്ന പൂവാടി സയ്യിദുന മുഹമ്മദ് റസൂലിന്റെ മദീന, ആ പരിശുദ്ധ മദീനയിലേക്ക് പോലും അവൻ ചെല്ലുമെങ്കിൽ ആരുടെ താല്പര്യമാണത്? അവിടെയാണ് തീവ്രവികാരങ്ങളുമായി പോകുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിന്റെ അങ്ങേ തലക്ക് നിൽക്കുന്നവൻ മുസ്ലിം വിരുദ്ധനാണ്. ഇല്ലെങ്കിൽ ആ മുസ്ലിം വിരുദ്ധനായ നേതാവിന് ആവശ്യമാകുന്ന സമ്പത്തും ആവശ്യമാകുന്ന സൗകര്യങ്ങളും ആരോ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തീവ്രവാദവുമായി മുന്നോട്ട് പോകുന്നത് സമുദായത്തിന് ആത്മഹത്യക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകലാണ്. അതുകൊണ്ട് അതിന്റെ പിറകെ പോകലല്ല. പക്ഷേ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മര്യാദകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാനാകും, ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ വിശ്വാസാചാരങ്ങളെ ആ രീതിയിൽ ഏതെങ്കിലും ഒരു നരേന്ദ്രമോദിയുടെ കണ്ണുരുട്ടൽ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ പറ്റില്ല. അതിനാണ് നാം ഈ അഭിപ്രായ സ്വരൂപീകരണവും മുസ്ലിം ഏകതയും കുറിച്ച് പറയുന്നത്. ആ രീതിയിൽ നാം ഒന്നിച്ചു നിന്ന്, ഒന്ന് എന്ന വികാരത്തോടൊപ്പം നിന്ന് രാജ്യത്തെ ഈ വലിയ ഈ പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി